ഹായ് കൂട്ടുകാരെ, നമ്മളുടെ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഡ്രമ്മിന് പണി കിട്ടുന്നതാണ്. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മ് വൃത്തിയാക്കാം എന്ന് നമുക്ക് നോക്കാം. ഡ്രമ്മ് കംപ്ലൈൻ്റ് ആയാൽ മാറുന്നതിന് നല്ല വില വരുന്നതാണ്. ഇത് LGയുടെ 6 കിലോ ഡയറക്റ്റ് ഡ്രൈവ് വാഷിംഗ് മെഷീനാണ്. നമുക്ക് ഇതിൻ്റെ ഡ്രമ്മ് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് നോക്കാം. മറ്റുള്ള മെഷീനിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ കണ്ടേക്കാം, എന്നാലും വലിയ വ്യത്യാസം വരുവാനുള്ള സാധ്യതയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത ശേഷം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. മെഷീൻ തുറന്ന ശേഷം നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ അല്ലെങ്കിൽ 1/2 ലിറ്ററിൻ്റെ വിനാഗർ ഒഴിച്ചു കൊടുക്കാം. സാധാ വിനാഗറാണ്, നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിനാഗർ. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചില സ്ഥലങ്ങളിൽ ഇതിനെ വിനാഗിരി എന്നും വിളിക്കാറുണ്ട്. ഇതിന് മാർക്കറ്റിൽ ലിറ്ററിന് 30 രൂപയിൽ താഴെയാണ് വില. നമുക്ക് ഒരു പ്രാവശ്യത്തെ ക്ലീനിങ്ങിന് 1/2 ലിറ്റർ മതിയാവുന്നതാണ്. റെഗുലറായി എല്ലാ മാസവും വൃത്തിയാക്കുന്നവരാണെങ്കിൽ 1/2 ലിറ്റർ ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ 1 ലിറ്റർ ഒഴിച്ചാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് ചിലവ് 30 രൂപയിൽ താഴെയായിരിക്കും. ഇനി നമുക്ക് ഞാൻ ചെയ്യുന്ന പോലെ ഈ കാണുന്ന 2 സ്വിച്ചിലും 2 വിരൽ വെച്ച് ഒരു 3 സെക്കൻഡ് ഞെക്കിപ്പിടിക്കുക. അപ്പോൾ മെഷീൻ ഓൺ ആവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ പ്ലേ ബട്ടൺ ഞെക്കുക. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം അവസാനം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നുണ്ട്. അവസാനം വരെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഒരു ടെക്നീഷ്യന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഈ ഡ്രം ക്ലീൻ ചെയ്യാൻ ഇനി എത്ര സമയമെടുക്കുമെന്ന് മെഷീൻ നമ്മൾക്ക് റീഡിംഗ് കാണിച്ചു തരുന്നതാണ്. അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആയതിനാൽ ബാക്കിയെല്ലാം തന്നെ മെഷീൻ ചെയ്തോളും. ഇപ്പോൾ മെഷീൻ ഡ്രം കഴുകുവാൻ ആവശ്യമുള്ള വെള്ളം അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഡ്രമ്മിനകത്ത് കാണാവുന്നതാണ്, നന്നായി അഴുക്ക് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രമ്മിനകത്തുള്ള വെള്ളം ചൂടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
റീഡിംഗ് ഏകദേശം 36 വരെ കാണിക്കുമ്പോൾ വെള്ളം 100 ഡിഗ്രിയോളം തിളച്ചിട്ടുണ്ടാവും. നമുക്കത് തൊട്ട് നോക്കിയാൽ അറിയാവുന്നതാണ്. നല്ല ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നന്നായി അഴുക്ക് പതഞ്ഞു പൊങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡ്രമ്മിലുള്ള മുഴുവൻ അഴുക്കും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയില്ല. അത് അതിൻ്റെ ഔട്ട്ലെറ്റ് വഴി പുറത്തു പോവുകയാണ് പതിവ്. മെഷീൻ കഴുകി തീർന്ന ശേഷം വെള്ളം പോകാതെ കണ്ട് ഇതുപോലൊരു ഇറർ കോഡാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതിനാദ്യം നിങ്ങൾ അതിൻ്റെ മെഷീൻ്റെ ഏറ്റവും താഴെയുള്ള ഈ കാണുന്ന ഡോറ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഇത് ഒന്ന് തുറക്കുക. ഇപ്പോൾ ഞാനിത് തുറന്നാൽ ഈ മെഷീനകത്തുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് ചാടുന്നതായിരിക്കും. അതിനാൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച ശേഷം അത് അടയ്ക്കുകയാണ്. ഇപ്പോൾ വെള്ളം പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് നിങ്ങൾ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ മെഷീനകത്തുള്ള വെള്ളം മുഴുവനായിട്ട് തന്നെ പുറത്തേക്ക് പോരുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് തുണി ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുറി മുഴുവൻ നാശമാകുന്നതാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് കഴുകുന്നതിന് മുമ്പ് ഈ ട്യൂബ് ഓപ്പൺ ചെയ്ത് ഇതിനകത്തുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴുക്കി കളഞ്ഞ ശേഷം മാത്രം ഈ മെഷീൻ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, വെള്ളം ഒരുപാട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് അടയ്ക്കുകയാണ്. ഇങ്ങനെ ഈ എറർ കോഡ് കാണിക്കുന്നത് നമ്മുടെ മെഷീനകത്തുണ്ടായിരുന്ന അഴുക്കുകൾ കംപ്ലീറ്റ് ഇളകി ആ ഫിൽട്ടർ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ എറർ കോഡ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ മാത്രമേ ഇങ്ങനത്തെ എറർ കോഡ് കാണിക്കാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഉപകാരപ്രദമായ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.